ബേസിൽ ജോസഫ് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ള പ്രാവിൻകൂട് ഷാപ്പിന്റെ പ്രിമൈസ് നമ്മളെ ആകർഷിക്കുന്ന ഒന്നാണ്. ക്ലൈമാക്സിൽ എന്താണോ സംഭവിക്കുക എന്ന് നമ്മൾ ഊഹിക്കുന്ന ഭാഗം ഇന്റർവെല്ലിൽ തന്നെ കാണിച്ചിട്ട് ഇനി അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്നൊരു ക്യൂരിയോസിറ്റി ഈ സിനിമ നമ്മളിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാം പകുതിയിൽ നടക്കുന്ന ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം സംഭവിക്കുന്ന കാര്യങ്ങളുടെ സ്കെയിൽ കാരണവും കഥാപാത്രങ്ങളുടെ എക്സെൻട്രിക് സ്വഭാവം കാരണവും വളരെ ഇവന്റ്ഫുൾ ആണ്. പക്ഷെ തിരക്കഥയുടെ ബാക്ക് ആൻഡ് ഫോർത്ത് നേച്ചർ സിനിമയുടെ സീക്രട്ട് മികച്ച രീതിയിൽ റിവീൽ ചെയ്യുന്നതിന് എവിടെയോ ഒരു തടസ്സമാകുന്നുണ്ട്. പ്രാവിൻകൂട് ഷാപ്പ് തീർച്ചയായും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ഹൈ എവിടെയോ സിനിമയ്ക്ക് തരാൻ പറ്റാതെ പോകുന്നുണ്ട്. കഥ നടക്കുന്നത് തൃശ്ശൂരിലാണ്. SI സന്തോഷ് ചാർജ് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. ചാർജ് എടുത്ത് ഏതാണ്ട് ഉടനെ തന്നെ അയാളുടെ സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു കള്ള് ഷാപ്പിൽ ബാബു എന്നയാൾ ആത്മഹത്യ ചെയ്തതായിട്ട് വിവരം ലഭിക്കുന്നു. സന്തോഷ് അതിൽ കൊലപാതകത്തിന്റെ സാധ്യതകൾ കണ്ടെത്തുന്നു. സന്തോഷിന്റെ ടെക്സ്റ്റ് ബുക്ക് കുറ്റാന്വേഷണം ഇഷ്ടമില്ലാത്ത CI അയാൾക്കൊരു പണി കൊടുക്കുക എന്നോണം ആ കേസ് സന്തോഷിനെ ഏൽപ്പിക്കുന്നു. കേസ് അന്വേഷണത്തിൽ സന്തോഷ് കണ്ടെത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ കാണുന്നത്. സിനിമയുടെ ഒന്നാം പകുതി പോലീസിന്റെ ഭാഗത്തു നിന്നും കഥയെ നോക്കി കാണുമ്പോൾ രണ്ടാം പകുതി മറ്റേ സൈഡിൽ നിന്നാണ് കാര്യങ്ങൾ നോക്കുന്നത്. അതായത് SI സന്തോഷിലൂടെയാണ് നമ്മൾ ആദ്യ പകുതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ ഓൾറെഡി മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ സന്തോഷ് മനസ്സിലാക്കുന്നത് കാണുന്ന പോലെയാണ് രണ്ടാം പകുതി വരുന്നത്. ഒരു ക്രൈം ത്രില്ലർ സ്ക്രീനിൽ കാണുമ്പോൾ ഫ്രഷായി തോന്നാൻ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് പരീക്ഷണങ്ങൾ അത്യാവശ്യം തന്നെയാണ്. ഈ ഒരു ട്രീറ്റ്മെന്റ് കാരണം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കുറ്റവാളി ഇത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നറിയാൻ എനിക്കും ഒരു താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം ഇതെങ്ങനെയാണ് നടത്തിയത് എന്ന് അറിയുമ്പോൾ അതിലുള്ള ലക്ക് ഫാക്ടർ കൊണ്ടോ അല്ലെങ്കിൽ ആ പ്ലാനിങ്ങിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ കൊണ്ടോ ആണെന്ന് തോന്നുന്നു ഒരു വാവ് ഫാക്ടർ കിട്ടുന്നതിന് പകരം സ്വല്പം ഓവർ ദ ടോപ്പ് ആയിപ്പോയി എന്നൊരു തോന്നലാണ് വന്നത്. ഒരുപക്ഷെ സിനിമയുടെ എഴുത്തുകാരൻ കൂടിയായിട്ടുള്ള ശ്രീരാജ് ശ്രീനിവാസൻ ഈ ഒരു പോസിബിലിറ്റി മുൻകൂട്ടി കണ്ടിട്ടായിരിക്കണം ഒരുപാട് ഡാർക്ക് ഹ്യൂമർ ഉള്ള പരിപാടികൾ കൊണ്ട് സിനിമയെ ഒരു പരിധിവരെ എൻഗേജിങ് ആക്കുവാൻ ആ ഭാഗങ്ങളിൽ ശ്രമിച്ചിട്ടുണ്ട്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റേഞ്ച് ഉള്ള ഒരു നടനാണ് ബേസിൽ ജോസഫ് എന്ന് തുടക്കകാലത്ത് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ജാനേ മന്നിലെ ബാലു വർഗീസുമായിട്ടുള്ള സീനും അതിനുശേഷം കഠിന കടോരമി അണ്ടകടാഹം എന്ന സിനിമയും കണ്ടപ്പോഴാണ് അയാൾക്ക് ഏറെക്കുറെ എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും അവതരിപ്പിക്കാൻ പറ്റും എന്ന് തോന്നി തുടങ്ങിയത്. പ്രാവിൻകൂട് ഷാപ്പിലേക്ക് വരുമ്പോൾ ബേസിൽ ഒരു SI കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത്. നമ്മൾ സ്ഥിരം സിനിമകളിൽ കണ്ടുവന്നിട്ടുള്ള മാച്ചോ ആയിട്ടുള്ള പോലീസ് അല്ല ബേസിലിന്റെ പോലീസ്. ബേസിൽ ജോസഫിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഹ്യൂമർ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി ശ്രീരാജ് കഥാപാത്രത്തെ ആ രീതിക്ക് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ കഥാപാത്രത്തിന്റെ ഒരു സൈക്കിക് സോൺ കാണിക്കുന്ന ഒരു ഏരിയ ഒക്കെ അവതരിപ്പിക്കുന്നതിൽ കോമിക്കലാണ്, എന്നാൽ കാരിക്കേച്ചർ ഒട്ടല്ലേം താനും എന്നാൽ ഒരു മിഡിൽ ഗ്രൗണ്ട് പിടിക്കാൻ ബേസിലിന് സാധിക്കുന്നുണ്ട്. തന്നെ ഏൽപ്പിച്ചിട്ടുള്ള കഥാപാത്രത്തിന്റെ ഇൻസെക്യൂരിറ്റിയും ദേഷ്യവും എല്ലാം വളരെ ബിലീവബിൾ ആയി അവതരിപ്പിക്കാൻ സൗബിൻ ഷായറിന് സാധിച്ചിട്ടുണ്ട്. ആ ഒരു കഥാപാത്രത്തിന്റെ ഹ്യൂമൻ എലമെന്റും കഥയിലെ ഡ്രാമയെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം ഒരു ഗ്യാപ്പിന് ശേഷം തിരിച്ചു വന്നിട്ടുള്ള ചാന്ദിനി ശ്രീധരന് മികച്ചൊരു കഥാപാത്രം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. ഇതുവരെ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ള ആ കഥാപാത്രത്തിന്റെ മൂഡ് സ്വിങ്ങുകൾ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞതിന് ശേഷം ബാക്ക് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ സെൻസിബിൾ ആണെന്ന് മനസ്സിലാകും. കഥയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്നാൽ പെർഫോം ചെയ്യാൻ അത്രയധികം ഒന്നുമില്ലാത്ത ഒരു കഥാപാത്രമായി ചെമ്പൻ വിനോദ് ജോസ് വരുന്നുണ്ട്. നിയാസ് ബക്കർ സിലോൺ മാമനായി വന്ന് എല്ലാവരെയും ചിരിപ്പിക്കുന്നുണ്ട്. ഒട്ടും മനുഷ്യപ്പറ്റില്ലാത്ത ബാബു എന്ന ഷാപ്പ് ഉടമയായി ശിവജിത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഷാപ്പിലെ സ്ഥിരം കുടിയന്മാരെ അവതരിപ്പിച്ച പേരറിയാത്ത ചില നടന്മാർ ഗംഭീര പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. CIയുടെ കഥാപാത്രം ചെയ്ത നടനും മികച്ച പെർഫോമൻസ് ആയിരുന്നു. എന്തെങ്കിലും പുതുമയുള്ളത് കാണാൻ രണ്ടാം പകുതിക്ക് കാത്തിരിക്കേണ്ട രീതിയിലാണ് ശ്രീരാജ് ശ്രീനിവാസൻ കഥ ബിൽഡ് ചെയ്തിട്ടുള്ളത്. ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു സസ്പെൻസ് റിവീൽ ചെയ്യുമ്പോഴുള്ള വാവ് ഫാക്ടർ കുറയാൻ ഒരു കാരണം സ്ക്രിപ്റ്റ് എഡിറ്റിംഗ് ആണെന്ന് തോന്നി. ഏറെക്കുറെ എല്ലാവർക്കും ഊഹിക്കാവുന്ന ഒരു ഫോർ ഷാഡോയിങ് സംഭവം ഇതിലുണ്ട്. ശ്രദ്ധിച്ച സിനിമ കാണുമ്പോൾ ഈ ഒരു സാധനം രണ്ടാം പകുതിയിൽ എവിടെയെങ്കിലും വരും എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷെ അത് റിവീൽ ചെയ്യുന്ന പോർഷൻ കാണിക്കുന്ന ഭാഗം അല്പം ക്രിസ് ക്രോസ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു തിയേറ്ററിക്കൽ ഹൈ ആ മൊമെന്റിന് കുറവായിരുന്നു. ആക്ച്വലി ആ മൊമെന്റിനേക്കാൾ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കിയത് ബേസിലുള്ള ഒരു ബൈക്ക് സീക്വൻസും സൗബിനുള്ള ഒരു ചേസ് സീക്വൻസും ആയിരുന്നു. ഒരുപാട് ഇൻസേർട്ട് ഷോട്ടുകൾ സമർത്ഥമായിട്ട് ഉപയോഗിച്ചിട്ട് എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി ആദ്യ പകുതിയിലെ ഇൻവെസ്റ്റിഗേഷനെ ഇൻട്രസ്റ്റിംഗ് ആക്കി നിലനിർത്തുന്നുണ്ട്. എന്നാൽ രണ്ടാം പകുതിയിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടി ട്രിക്കി ആയിട്ടുള്ള എഡിറ്റിങ്ങിലേക്ക് സിനിമ കടക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്ക്രിപ്റ്റിന്റെ പോക്ക് കാരണം ആ ഒരു സിനിമാറ്റിക് എലിവേഷൻ വിചാരിച്ചത്ര വരാതെ പോകുന്നുണ്ട്. SI സന്തോഷിന്റെ വ്യക്തി ജീവിതത്തെ ഈ കേസുമായി കണക്ട് ചെയ്യുന്ന ഒരു സാധനവും ഒരു അനാവശ്യ ഡിസ്ട്രാക്ഷൻ പോലെയാണ് തോന്നിയത്. ഷൈജു ഖാലിദിന്റെ സിനിമാറ്റോഗ്രാഫിയും വിഷ്ണു വിജയുടെ സംഗീതവും പിന്നെ പ്രധാന താരങ്ങളുടെ പെർഫോമൻസും എല്ലാം ഈ സിനിമയെ വാച്ചബിൾ ആക്കി മാറ്റുന്നുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ ശ്രീരാജ് ശ്രീനിവാസൻ ബ്ലാക്ക് ഹ്യൂമർ പ്ലേസ് ചെയ്തിട്ടുള്ളതും വളരെ രസകരമായി തന്നെ എനിക്ക് തോന്നി. ഈ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ഫ്രെയിമിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ബേസിൽ ജോസഫിന്റെ ഉച്ചത്തിലുള്ള ചിരിയുടെ ഒരു ഡിഫറെൻറ്റ് വേർഷൻ നമുക്ക് കേൾക്കാൻ സാധിക്കും. തിരക്കഥയ്ക്ക് കൈയടിക്കാൻ തോന്നിപ്പിക്കേണ്ട ഒരു മൊമെന്റ് ആയിരുന്നു സത്യം പറഞ്ഞാൽ അത്. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലെ ബിഗ് റിവീൽ നടക്കുന്ന മൊമെന്റ് അവതരിപ്പിച്ചതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണം സിനിമയുടെ എൻഡ് പഞ്ച് അല്പം വീക്കായി പോകുന്നുണ്ട്.